നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രഹം എന്ന് പറയുന്ന 6 ചന്ദ്രനാണ്. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ, നമ്മുടെ അമ്മയുടെ കാരകനായ ചന്ദ്രൻ, ദുർഗാദേവിയുടെ കാരകനായ ചന്ദ്രൻ, നമ്മുടെ ഉള്ളിലെ മാതൃത്വം, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളുടെ ചന്ദ്രൻ, നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാരണം, നമ്മുടെ മനസ്സിൻ്റെ ബലത്തെ, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്ന കാരകൻ, നമ്മുടെ ബോഡിയിലെ ജലാംശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം, അങ്ങനെ ഔഷധങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നവഗ്രഹങ്ങളിലെ രാജ്ഞിയായിരിക്കുന്ന, ഇപ്പം അച്ഛൻ എന്ന് പറയുന്ന ഇൻകം കൊണ്ടുവരുന്ന ആൾ, നമ്മളിലേക്ക് ഫ്യുവൽ കൊണ്ടുവരുന്ന ആൾ, ഫ്യുവൽ എന്ന് പറഞ്ഞാൽ ആ എനർജിയുടെ ഇത് രവി ആണെങ്കിൽ ആ ഫ്യുവലിൽ നിന്ന്, ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളത് തന്ന് ആ ഫ്യുവലിൽ നിന്നും ഉള്ള കണ്ടൻസിനെ എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന, നമുക്ക് വിളമ്പിത്തരുന്ന, നമ്മുടെ ശരീരത്തിലെ പലയിലേക്കും വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ അമ്മയാണ്. അത് മൂണാണ്. ന്യൂട്രീഷ്യൻസ് ആണെങ്കിലും ഔഷധ ഗുണമുള്ള സാധനങ്ങളാണെങ്കിലും എല്ലാം ഇതിൽ നിന്ന് വലിച്ചെടുത്ത് ബ്ലഡിലൂടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഇതെല്ലാം മൂണാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താധാരകൾ, പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം വേണ്ടതും വേണ്ടാത്തതും എടുത്തിട്ട് ചിന്തിപ്പിച്ച് നമുക്ക് നല്ലതും ചീത്തയായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും നമുക്കുണ്ടാക്കുന്ന രോഗങ്ങളായിട്ടും നല്ലതായിട്ടും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് മൂൺ ആണ്. മൂൺ അതായത് ചന്ദ്രനാണ്. അപ്പം മൂൺ ഇൻ ദ 6th ഹൗസ്, ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിന്നാലുള്ള ശുഭഫലത്തെക്കുറിച്ച് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രൻ 6ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞുള്ള അനുകൂല ഫലം നോക്കാം. അനുകൂലം എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ ഉള്ളൊരു ഉത്തരവുണ്ടല്ലോ, നല്ലതായിട്ട്, ഗുഡ് എഫക്റ്റ്. എങ്ങനെ 6ൽ ചന്ദ്രൻ നിന്നാൽ, സത്യത്തിൽ വളരെ കുറവ് ഫലങ്ങളാണ് 6ൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അനുഭവത്തിൽ 6ൽ ചന്ദ്രൻ നിൽക്കുന്ന അത്ര നല്ലതല്ല. അപ്പം നമുക്ക് നോക്കാം. 6ൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സേവനം ചെയ്യാനുള്ളൊരു കഴിവ് 6th ഹൗസ് മൂണിന് ഉണ്ട്. ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണ് 6th ഹൗസ്, അതിൻ്റെ ഒരു പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ 6ൽ ചന്ദ്രൻ നിൽക്കുമ്പം നേഴ്സിംഗ്, കൗൺസിലിംഗ് പോലുള്ള ജോലികൾക്ക് ഇവർക്ക് ഉപകാരമായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്. ചന്ദ്രൻ പൊതുവെ ബലപ്പെടുന്നവർ പറയും, ഞാൻ വളരെ പാവമായിട്ടും വളരെ നല്ല മനുഷ്യനായിട്ടും ഞാൻ ആരെ ഉപദ്രവിക്കാഞ്ഞിട്ട് പോലും എന്നെ ഇവരൊക്കെ പറ്റിക്കുന്ന എന്തിനാണെന്ന് അറിയത്തില്ല, എനിക്കിനി താങ്ങാൻ വയ്യ എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി ഈ ചന്ദ്രന് പല ബലഹീനതകളുണ്ട്. അവരുടെ ചില ബലഹീനതകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. ആ ബലഹീനത ഇവർക്ക് വ്യാഴദൃഷ്ടി ഇല്ലെങ്കിൽ ആ ബലഹീനത ഇവർക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. ചന്ദ്രന് വ്യാഴദൃഷ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ പോയി മനസ്സ്. ബലഹീനതകൾ ധാരാളം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ആ ചന്ദ്രനെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. പുരാണ കഥകൾ നിങ്ങൾ ഡീകോഡ് ചെയ്ത് നോക്കണം. ചന്ദ്രന് വ്യാഴത്തിൻ്റെ പ്രസൻസ് ഇല്ലാതിരുന്ന സമയത്താണ് വ്യാഴത്തിൻ്റെ, ഗുരുവിൻ്റെ ഭാര്യയിൽ പോലും അനുരാഗം തോന്നിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ എക്സ്ട്രീമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും അത്രയും എക്സ്ട്രീം ആവണമെന്നില്ല. എന്നാൽ പോലും ദൈവാധീനത്തിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കണ്ണ്, അല്ലെ ഗുരുവിൻ്റെ അനുഗ്രഹം കണ്ണായിട്ടില്ലെന്നുണ്ടെങ്കിൽ മനസ്സ് ആകുന്ന ചന്ദ്രൻ പെട്ടെന്ന് വ്യതിചലിക്കും. അപ്പോൾ ചന്ദ്രദൃഷ്ടിയില്ലാത്ത വ്യാഴം എന്ന് പറയുന്നത് കുറച്ച് ബലഹീനതകളിലേക്ക് വീണുപോയി ഡിപ്രഷൻ ആവാനും ആങ്സൈറ്റി ഉണ്ടാവാനുമുള്ള സാധ്യതയാണെന്നുള്ളത് ഓർത്തോളുക. എന്നാൽ പോലും 6th ഹൗസിലെ ഗുഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്. അപ്പം നേഴ്സിങ്, കൗൺസിലിംഗ് പോലുള്ള ജോലികൾ, വളർത്തു മൃഗങ്ങളോടൊരു പ്രത്യേക സ്നേഹം. പലപ്പോഴും പല ഡിപ്രഷനും വന്ന ശേഷം പിന്നെ അവർ വളർത്തുമൃഗങ്ങളെയും കൃഷിയെയും വീട് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ ശ്രദ്ധിച്ചു. ചന്ദ്രന് നല്ല ബലം വേണം, നല്ല പാചകം ചെയ്യാൻ. നമ്മുടെ വീട്ടിൽ ഫാമിങ്, അത്യാവശ്യം ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് അവനവന് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ അത് അതിനോട് സ്നേഹത്തോടെ ചെയ്യണമെങ്കിൽ അവിടെ ചന്ദ്രന് ബലം വേണം. അതുപോലെ പെറ്റ്സ്, വളർത്തുമൃഗങ്ങളെ വളർത്താനുള്ള ഇഷ്ടം, വളർത്തുമൃഗങ്ങളോടുള്ള സേവനം, ഇതൊക്കെ ചെയ്യാൻ, കിളികൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കാൻ, ഇതൊക്കെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റം, സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള ഒരു രീതികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും. മെയിൻലി വേറൊരു കാര്യം കൂടെ പറയാം. 6th ഹൗസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂണിന് വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും, ഇവർ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ പോലും ഇവരെ എല്ലാം സ്നേഹിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നിർത്താനും വീട്ടിലെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. ഇനി നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഒരുപാടുണ്ട്. ചന്ദ്രൻ 6ൽ നിന്ന് കഴിഞ്ഞാലുള്ള പ്രതികൂലാവസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഒന്നും പറയാൻ നമുക്ക് സമയമില്ല, പറയുന്നില്ല, വെറുതെ നെഗറ്റീവ് ആക്കണ്ടല്ലോ. ബാക്കി നിങ്ങൾ പഠിച്ചോളൂ. ഞാൻ ഓരോ ഹിൻറ്റുകൾ തരാം. ബാക്കി നിങ്ങൾ ആൾക്കാരെ നിരീക്ഷിച്ച് പഠിക്കുക. കാരണം നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ മൊത്തം വീഡിയോയിൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ പുസ്തകം എഴുതുമ്പോഴാണെങ്കിലും നമുക്ക് എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ല, അങ്ങ് വിസ്താരം കൂടും. അപ്പോൾ കുറച്ച് ഹിൻറ്റുകൾ തരാം, കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. അതിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് നോക്കുക. പിന്നെ പല വീഡിയോസും കാണണം, പലരുടെയും വീഡിയോസ് കാണണം. കാണുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പുസ്തകങ്ങൾ വായിക്കണം. അപ്പം അവരുടെയൊക്കെ എക്സ്പീരിയൻസുകളും ഇതും ഉണ്ടാകും. ഒരുപാട് മോശം വീഡിയോസും ഉണ്ട്, ഒരുപാട് മോശം ബുക്കുകളും ഉണ്ട്. എന്തിനാണെന്നറിയത്തില്ല, പേരിന് വേണ്ടി എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു വയറ്റിപ്പിടിപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് നിങ്ങളുടെ ലക്ഷ്യം കൃത്യമാണെങ്കിൽ, നിങ്ങളുടെ അന്വേഷണം കൃത്യമാണെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ അറിയും ഇതിനകത്ത് അത്ര വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. അത് തള്ളിക്കളയുക. അത് തള്ളിക്കളഞ്ഞിട്ട് കണ്ടൻറ്റ് ഇഷ്ടം പോലുള്ള ബുക്കുകളുണ്ട്, ഇഷ്ടം പോലുള്ള വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ട് നോക്കുക. പലരുടെ ഉണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, നമുക്കറിയാവുന്ന പല ഭാഷകളിലുമുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. ചിലതൊക്കെ മോശമായിരിക്കും. ഇപ്പം എൻ്റെ വീഡിയോസ് ചില വീഡിയോസൊക്കെ മോശമായിട്ടുണ്ട്. ആ മോശമാവും, അതള്ളിക്കളയുക. എന്നിട്ട് നല്ലതെടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പം ചന്ദ്രൻ്റെ പ്രതികൂലമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ, വൃദ്ധിക്ഷയം വരുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്കും പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കും വരുന്ന ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ആ 6th ഹൗസിനെ നന്നായിട്ട് ബാധിക്കും. പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന പ്രണയങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റാ റീലുകളിലൊക്കെ കാണുന്ന, സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഇൻസ്റ്റാ പ്രണയങ്ങൾ, പലതരത്തിലുള്ള പ്രണയങ്ങളുണ്ടല്ലോ. കുറേ ഷിപ്പുകളുണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, പലതരത്തിലുള്ള ഷിപ്പുകൾ. ആ ഷിപ്പുകളൊക്കെ വാസ്തവത്തിൽ ചന്ദ്രൻ്റെ ബലഹീനതയാണ്. 6 ഹൗസ് മൂൺസ് മേക്സ് ഇൻസെക്യൂരിറ്റി. നിങ്ങളിൽ ശക്തമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ 6th ഹൗസ് ചന്ദ്രൻ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആരോഗ്യ ഉത്കണ്ഠ, ശനിയെപ്പോലെ തന്നെ. അതായത് ഒരു ചെറിയ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോവുക, അപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ എടുത്ത് വെച്ച് നോക്കി ഈ അസുഖം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഇരുന്നിരുന്ന് അതുമായിട്ട് ഒരു ചെറിയ അസുഖം വന്നാൽ ഒരു സ്കാനിങ് വല്ലതും വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ തീർന്നു ഇവരുടെ കാര്യത്തിൽ. ഇവരിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പൊതുവേ ചന്ദ്രൻ്റെ ഒരു ബലക്ഷയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂട്ടും. ഓവറായിട്ട് തിങ്ക് ചെയ്ത് കൂടും. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജലദോഷം പോലുള്ള രോഗങ്ങൾ നിരന്തരമായി വന്നിരിക്കും. മൂക്ക് എപ്പോഴും നനഞ്ഞിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂക്ക് നനഞ്ഞിരിക്കണം, പക്ഷെ അങ്ങനെയല്ല, സ്ഥിരം എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, എപ്പോഴും നനഞ്ഞിരുന്ന ജലദോഷവും ആ ജലസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും, അമ്മയുമായിട്ടുള്ള ശത്രുതയോ അമ്മയുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിമിത്തമുള്ള സങ്കടങ്ങളോ, അമ്മയ്ക്ക് ആരോഗ്യം മോശമാകാനുള്ള സാധ്യതയോ, അല്ല അമ്മയുടെ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള അസുഖങ്ങളോ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവർ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, ഭയങ്കര സ്പീഡായിരിക്കും ഇവരുടെ എല്ലാ കാര്യത്തിനും. ഇവർ നല്ല മടിയുള്ളവരാണ്, പക്ഷേ ജോലിക്ക് വരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും. ഓടി നടന്നില്ല, ഭയങ്കര വെപ്രാളപ്പെട്ട് സ്പീഡിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് ഇവർക്ക് പലരുമായിട്ട് ഒരു അടുപ്പവും അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നെഗറ്റിവിറ്റി. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം എടുത്ത് ഇവിടെ യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു
ചന്ദ്രൻ 6th നിന്നുള്ള ഒരു മാനസിക സ്വാധീനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് എന്നൊക്കെ വേണേൽ പറയാം. 6th ഹൗസ് ചന്ദ്രൻ അവരുടെ കർമ്മം അവരെ എങ്ങനെ 6th ഹൗസിൽ ചന്ദ്രൻ വരാനൊരു കാരണമുണ്ടല്ലോ, അതൊരു കർമ്മദോഷമാണല്ലോ. അപ്പോൾ അത് എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മനസ്സെപ്പോഴും രോഗങ്ങളിലും കടങ്ങളിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലും കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഇവരിൽ മിക്ക ആൾക്കാർക്കും 6th ഹൗസിൽ നിൽക്കുന്ന ചന്ദ്രൻ, അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ 6ൽ നിൽക്കുക. ഇപ്പം മകരൻ രാശിക്കാർക്ക് 7ാം ഭാവാധിപനായ ചന്ദ്രൻ 6ൽ പോവുക. അതുപോലെ തന്നെ ഇവരുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ, ഇവർ ചന്ദ്രൻ നിൽക്കുന്ന ഏത് നക്ഷത്രത്തിലാണ് അതാണല്ലോ ഇവരുടെ നക്ഷത്രം. ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രാൽ 6ൽ പോവുക എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനുള്ള യോഗമാണ്. അത് കുറേ ഉണ്ട്. അതിൽ ഞാൻ 7ാം ഭാവം പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാം. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനുള്ള യോഗം. അപ്പം അത് പെട്ടെന്നുള്ള ഒരു റീല് കണ്ടിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു 1-2 കാര്യങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ തന്നെ ഒരു അടുപ്പം തോന്നി കുറച്ച് കഴിയുമ്പം ഇൻട്രസ്റ്റ് ഇല്ല കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ അങ്ങ് പോകും. അതിൽ നിന്നുണ്ടാവുന്ന ട്രോമ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അലട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ഫിലോസഫീസും നമ്മൾ പറയും. പക്ഷേ അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 51 ബ്രേക്കപ്പ് കഴിഞ്ഞ് ഞാൻ നന്നായി, ഞാൻ സെൽഫ് ലവിന് പോവാണ്, എല്ലാത്തിനും നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും 52ാമത്തെ ഒരാൾ വന്നിട്ട് പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പം തന്നെ പറഞ്ഞു വീഴും. എന്നിട്ട് അടുത്ത 52ാമത്തെ ട്രോമയായിട്ട് വന്നിട്ട് പിന്നെയും സെൽഫ് ലവിന് പോകും. അതായത് കാർമിക് ലൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? മനസമീപനത്തോടു കൂടി മുന്നോട്ട് പോകണം. അവെയർനെസ് വളർത്തണം. ഇതെനിക്ക് വേണ്ടതല്ല. അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. മന്ത്രം ജപിക്കാം, സാധനകൾ ചെയ്യാം, നാമം ജപിക്കാം. നിങ്ങൾ ഏത് ദേവതയാണോ ആശ്രയിക്കുന്നത് അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടതാണെങ്കിൽ, ഇപ്പോൾ ഹിന്ദു ബേസ് ചെയ്താൽ ഞാൻ കൂടുതലും പറയുന്നത്, ഹിന്ദുയിസം ബേസ് ചെയ്താൽ വേറെ ഏത് ഇസമാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അതിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് റിലീജിയസ് ആയിട്ടല്ല സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെപ്റ്റിൽ നിന്നും കരകയറാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വൈകാരികമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാണ്ട് അലട്ടും. മെൻ്റൽ OCD എന്നൊക്കെ വേണേൽ പറയാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അസ്വസ്ഥമാവുകയും വല്ലാണ്ട് മനസ്സലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇമോഷണലി വളരെ ദുർബലരായിരിക്കും. വൈകാരികമായിട്ട് ഈ പറഞ്ഞ പോലെ ദൗർബല്യങ്ങൾ ധാരാളം ഉണ്ടാവും, ദുർബലരുമായിരിക്കും എന്നുള്ളതിൽ സംശയം ഇല്ല. ഇനിയുള്ളത് ആഘാതപരമായിട്ടുള്ള അനുഭവങ്ങൾ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. എന്നാൽ പോലും ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഈ 6ാം ഭാവം എന്ന് പറയുന്ന ജോലി സ്ഥലവും കൂടിയാണ്. ഇപ്പം ഈ ചന്ദ്രന് ബലക്ഷയം വരുമ്പം അത് 6ൽ നിൽക്കുകയും കൂടിയാണെങ്കിൽ, പൊതുവേ ചന്ദ്രൻ 4, 6, 8, 12 അതിലൊക്കെ പോവുക, 7ൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വ്യാഴദൃഷ്ടി ഇല്ലാതെ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവിടെ 6ൽ ചന്ദ്രൻ നിൽക്കുമ്പം ഡെയിലി ജോലികൾ, ഡെയിലി റൊട്ടീൻ ഇതെല്ലാം 6ആണല്ലോ. ഈ ഭാഗം വഴി ആ 6ാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള കാരകത്വങ്ങൾ വഴി നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ വരികയും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒരടുപ്പം വന്നിട്ട് നിങ്ങൾക്ക് കടുത്ത വൈകാരികമായിട്ടുള്ള ചതി, അത് നിമിത്തമുണ്ടാവുന്ന വിഷാദരോഗം, അല്ലെങ്കിൽ രോഗമോ കടമോ നിമിത്തം അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുണ്ടാവുന്ന വിഷാദരോഗങ്ങൾ, ഉറക്കമില്ലായ്മ. 6th ഹൗസ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഉറക്കക്കുറവ്. ഉറക്കം അങ്ങ് എക്സ്ട്രീം ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും ഉറക്കം കാണത്തില്ല. അവരോട് ചോദിക്കുമ്പോൾ തന്നെ പറയും ഞാൻ ഉറങ്ങിയിട്ട് 2 വർഷമായി. 6ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ഒക്കെ ദശ വരുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ.
പിന്നെ കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ നക്ഷത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ വരുന്ന സമയത്തും നന്നായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇവരുടെ യോഗത്തോടുകൂടി നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ വരുമ്പോഴും നന്നായി സൂക്ഷിക്കണം. ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കക്കുറവ്, അതേപോലെ ആങ്സൈറ്റി ഡിസോർഡറുകൾ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, അമ്മയുടെ രോഗാവസ്ഥ, അമ്മയുടെ വിയോഗം, അമ്മയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഇവയെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കും കടുത്ത ദുഃഖങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, സുഖഭാവത്തെയും മനസ്സിൻ്റെ സുഖത്തെയും ചിന്തിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ് ചന്ദ്രൻ. സുഖഭാവത്തിൻ്റെ കാരകന്മാരിൽ ഒരാളാണ്, അമ്മയുടെ കാരകനും കൂടിയാണ്. അവിടുത്തെ പ്രധാന കാരകൻ ബുധനാണ്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നിങ്ങളിവിടെ ഫലം നിശ്ചയിക്കാൻ. ചന്ദ്രൻ 6-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും ചന്ദ്രൻ 6-ൽ നിൽക്കുമ്പോഴുള്ള ആങ്സൈറ്റി പോലുള്ള വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് 6-ൽ നിൽക്കുന്ന ചന്ദ്രന് വേണ്ടിയിട്ടുള്ള ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യണം. ചന്ദ്രനെക്കുറിച്ച്, ചന്ദ്രൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങ് ചെയ്തോളുക. ചെയ്ത് വേണ്ട പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പൊക്കോളുക. അപ്പം 6th ഹൗസ് മൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ടും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ജീവിതമാകുന്ന കളിസ്ഥലത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളിക്കളയാനും ഉള്ള കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കണം. ഇല്ലെങ്കിൽ എന്നും നിങ്ങളുടെ മനസ്സ് പിടച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ദൗർബല്യങ്ങളെ ഈശ്വര സേവയാൽ, മെഡിറ്റേഷനാൽ, അവയർനെസ് തന്നെയാണ് മെയിൻ. ശ്വാസോച്ഛ്വാസത്തിൻ്റെയും നമ്മളെയും സെൽഫ് അവയർനെസ്സിനെയും നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ട് സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കാർമിക് ഡെപ്റ്റ് ആണല്ലോ 6th ഹൗസ് കാണിക്കുന്നത്, അല്ലേ? അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല ഭാഗങ്ങളുണ്ട്. 6, 8, 12 പല കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോശഭാവങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ആ ഡെപ്റ്റ് അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മോശഭാവങ്ങൾ കുറച്ച് ദൃഢഫലവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് 6-ൽ നിൽക്കുന്ന ചന്ദ്രൻ മനസ്സിൻ്റെ താളം തെറ്റിക്കും. അതുകൊണ്ട് അത് തെറ്റാതിരിക്കാൻ ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.